ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവി എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു പടത്തിൽ വന്ന് നമ്മുടെ വൂൾവറിൻ്റെ നിറയെ വേരിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേരിയൻസ് ആരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഉറപ്പായിട്ട് സ്പോയിലറാണ്, പടം കണ്ടവരെ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നിലവിലോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ നമ്മുടെ ലോഗൻ, അതായത് നമ്മൾ ലോഗൻ പടത്തിൽ കണ്ട മരിച്ചുപോയ ലോഗനില്ലേ, സോ ആ ലോഗനെ കാണിച്ചാണ് തുടങ്ങുന്നത്. അതായത് ലോഗൻ്റെ ആ ഒരു സ്കെൽട്ടൻ നമ്മുടെ ഡെഡ്പൂളെടുത്ത് ആ ഒരു അഡമാറ്റിക് സ്കെൽട്ടൻ വെച്ച് TV ഏജൻസിനെ കൊല്ലുന്നൊരു സീനാണ് ഓപ്പണിങ്. അപ്പം ടെക്നിക്കലി നമ്മുടെ ലോഗൻ്റെ ഒരു ഗെയിം എന്ന് പറയാൻ നമ്മുടെ പടത്തിൽ കണ്ട ലോഗൻ. ആൻഡ് രണ്ടാമത്തെ വൂൾവറിൻ വേരിയൻ്റാണ് പാച്ച്. സോ ഒരു പാച്ച് എന്ന് പറയുന്നത് നമ്മുടെ വൂൾവറിൻ്റെ വേറെ വേരിയൻ്റ് അല്ല, ഇത് നമ്മുടെ വൂൾവറിൻ തന്നെയാണ്. പുള്ളിയുടെ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റിയാണ് ഈ പാച്ച് എന്ന് പറയുന്നത്. ആ കണ്ണിൽ കൂടെ പാച്ചൊക്കെ ഇട്ട് ഒരു വൈറ്റ് കളർ സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ വൂൾവറിൻ്റെ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റിയാണ് ഇത്. സോ നമ്മുടെ എക്സ്മാനിൽ നിന്നൊക്കെ മാറി പുള്ളി മദ്രിപൂരിൽ ചെന്ന് ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റി എടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ് ഈ ഒരു പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൂൾവറിൻ്റെ വേരിയൻ്റ് ഒന്നുമല്ല, വൂൾവറിൻ തന്നെയാണ്. ബട്ട് എന്തോ നമ്മുടെ ഡെഡ്പൂളിന് ഈ ഒരു വൂൾവറിൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അടുത്തത് വന്ന് നമ്മുടെ ഓൾഡ് മാൻ ലോഗനാണ്. ഇത് വന്ന് നമ്മുടെ വൂൾവറിൻ്റെ ഒരു ഓൾഡ് വെർഷനാണ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ അവിടെ എത്തുമ്പോൾ പുള്ളിക്ക് അടിവെക്കാൻ പോലും വയ്യാതെ തോക്ക് വെച്ച് വെടിവെക്കണായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൂൾവറിൻ, അതായത് ഈ ഒരു ലോഗൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു വേൾഡ് വന്ന് അപ്പോക്കലിപ്റ്റിക് വേൾഡാണ്. ആൻഡ് ഈ ഒരു ലോഗൻ പുള്ളിയുടെ ഫ്രണ്ട്സിനെ വരെ കൊന്നിട്ടുണ്ട്, അറിയാതെ മിസ്റ്റേരിയസ് ഒരു ഇല്യൂഷൻ കാരണം. പിന്നീട് പുള്ളി വന്നൊരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കും. പക്ഷേ ഈ ഒരു വേൾഡിൽ നമ്മുടെ ഹൾക്കാണ് വില്ലൻ. ഹൾക്ക് വന്നൊരു കാനിബിളായിട്ടിരിക്കും. ഹൾക്കിൻ്റെ കുട്ടികൾ നമ്മുടെ ഈ ഒരു ലോഗൻ്റെ ഫാമിലിയെ കൊന്നുകളയും. പിന്നീട് ലോഗൻ ഒരു റിവഞ്ചൊക്കെ എടുത്ത് നമ്മുടെ ഹൾക്കിനെയൊക്കെ കൊല്ലുന്നുണ്ട്. സോ കിടിലൻ സ്റ്റോറിയാണ് കോമിക്സിലേത്. അപ്പം ആ ഒരു ഓൾഡ് മാൻ ലോഗനാണ് ഇത്. അപ്പോൾ അടുത്ത വൂൾവറിനാണ് നമ്മുടെ ഷോർട്ട് വൂൾവറിൻ, അതായത് കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വൂൾവറിൻ. സോ കോമിക്സിലോട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ വൂൾവറിൻ ഇത്രയുള്ള പൊക്കേ ഉള്ളൂ, കുള്ളനായിട്ടുള്ള ക്യാരക്ടറാണ് വൂൾവറിൻ. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ടൈം നമ്മുടെ ഹ്യൂ ജാക്ക്മാനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കര പൊക്കമാണ്, സെറ്റ് ആവില്ല എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലായാലും കോമിക് അക്യുറേറ്റ് ഇങ്ങനെ ഒരു കുള്ളൻ വൂൾവറിൻ വന്നാൽ ഇതേപോലെ കോമഡി ആയിട്ടിരിക്കും. അപ്പോൾ ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടൊരു വൂൾവറിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ബട്ട് ഈ ഒരു വൂൾവറിനും ഡെഡ്പൂളിന് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് അടുത്ത ഒരു വൂൾവറിൻ വേരിയൻ്റ് ആരെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂൾ വന്ന് ഒരു സ്കൾസൊക്കെ കിടക്കുന്ന ഒരു പ്ലേസിൽ പോകാനായിട്ട് കാണാൻ പറ്റും. അതിൽ വന്ന് നമ്മുടെ വൂൾവറിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്മാൻ സിമ്പിളിൽ തറച്ച് വെച്ചിരിക്കാനായിട്ട് കാണാൻ പറ്റും. അപ്പം കോമിക്സിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഒരു വൂൾവറിനെ വന്ന് ഫിയർ ഡ്രീം വൂൾവറിൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ ഒരു വൂൾവറിനും എക്സ്മാൻ ടീമും കൂടെ ഓസ്ട്രേലിയയിലുള്ള ഒരു ദ റിവൻസ് എന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഫൈറ്റിന് പോകും. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ നമ്മുടെ വൂൾവറിനെ പിടിച്ച് ഇതേപോലെ കുരിശി തറച്ചിങ്ങനെ വെച്ചേക്കും. കാരണം വൂൾവറിന് ഹീലിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ വൂൾവറിന് ഹീലാകുമ്പോൾ ഇവർ വീണ്ടും വൂൾവറിനെ ഹർട്ട് ചെയ്യും. അങ്ങനെ വൂൾവറിനെ ടോർച്ചർ ചെയ്യുന്ന ഒരു കോമിക്സാണത്. അപ്പോൾ ആ ഒരു വൂൾവറിനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു വൂൾവറിന് നിറയെ ഡ്രീംസൊക്കെ വരും, ഒരുപാട് ഹാലുസിനേഷനൊക്കെ വരും. അപ്പോൾ ഡെഡ്പൂളും അവിടെ ഒരു ഹാലുസിനേഷൻ ആണെന്നാണ് ഈ ഒരു വൂൾവറിൻ വിചാരിച്ചെന്നാണ് തോന്നുന്നത്. ആൻഡ് അടുത്തൊരു വൂൾവറിൻ വേരിയൻറ്റിലോട്ടൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ ഒരു വൂൾവറിൻ വേരിയൻറ്റ് വന്ന് നമ്മുടെ ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ നമുക്ക് കാണാൻ പറ്റിയത്. എന്നാൽ ആ ഒരു ഫൈറ്റ് നമുക്ക് കാണിച്ചില്ല, കാരണം ഡെഡ്പൂൾ വേഗം പോയി. അപ്പോൾ ഒരു വൂൾവറിൻ്റെ സൂട്ടൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ കളർ സൂട്ടിലൊക്കെയാണ് ഉള്ളത്. കാരണം കോമിക്സ് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ വില്ലനായിട്ടാണ് ആദ്യമായിട്ട് വൂൾവറിൻ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ സൂട്ട് ഇട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു വൂൾവറിനാണ് സംഭവം ഇത്. ഓക്കെ, നമ്മുടെ ഫാൻസൊക്കെ കാത്തിരുന്ന ഫൈറ്റാണ് വൂൾവറിൻ വെസസ് ഹൾക്ക്. അപ്പോൾ ആ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഫൈറ്റാണ്. ആൻഡ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഹൾക്കും നമ്മുടെ മാർക്ക് റഫോലോയുടെ ഹൾക്കാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് റാഗ്നറോക്കിൻ്റെ അടുത്ത സീനിൽ തോന്നുന്നത് ഹൾക്കിൻ്റെ റീയൂസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ബട്ട് എന്തായാലും കൊള്ളാം. ആൻഡ് അടുത്തൊരു വൂൾവറിൻ വേരിയൻ്റാണ് നമ്മുടെ വെപ്പൺ ഒമേഗ എന്നൊരു വൂൾവറിൻ വേരിയൻറ്റ്. ആൻഡ് ഈ ഒരു വൂൾവറിൻ വേരിയൻറ്റ് കാണാൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ആൻഡ് ഈ ഒരു വേൾഡ് വന്ന് നമ്മുടെ അപ്പോക്കലിപ്സ് ടേക്ക് കൺട്രോൾ ചെയ്ത ഒരു വേൾഡാണ്. ആൻഡ് ഇവിടെ വന്ന് നമ്മുടെ വൂൾവറിന് ഒരു കൈയും ഉണ്ടാവില്ല, അപ്പോക്കലിപ്സ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നീട് അപ്പോക്കലിപ്സിനെ നമ്മുടെ വൂൾവറിനെ കൊന്നു വൂൾവറിൻ ഈ വേൾഡ് ടേക്ക് കൺട്രോൾ ചെയ്യും. അങ്ങനെ എന്താ പറയുക, ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു വില്ലനിസ്റ്റിക് ആയിട്ടുള്ളൊരു വൂൾവറിൻ വേരിയൻ്റാണ് ഈ ഒരു വെപ്പൺ ഒമേഗ. ആൻഡ് ഫൈനലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൂൾവറിൻ വേരിയൻ്റാണ് നമ്മുടെ കേവറിൻ, അതായത് ഹെൻറി കാവിൽ ആസ് വൂൾവറിൻ. സോ ഫാൻസൊക്കെ എന്താ പറയുക, ആഗ്രഹിച്ച ഒരു കാര്യം നടത്തി കൊടുത്തു എന്ന് പറയാം ഫാൻസിന് വേണ്ടി. ആൻഡ് പുള്ളി കാണാൻ സൂപ്പറായിട്ടായിരുന്നു. ഞാൻ നിറയെ പേർക്ക് ഇത് പെട്ടെന്ന് പിടിയിട്ടിട്ടുണ്ടാവില്ല. ആൻഡ് സൂപ്പറായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. പുള്ളി കൈയൊക്കെ എടുക്കുന്നത് ഹെൻറി കാവിലിൻ്റെ ആ സ്റ്റൈലുണ്ട്, അതേപോലെ രീതിയിലാണ് പുള്ളി ക്ലാസ്സൊക്കെ എടുത്തിട്ട് വന്നത്. കൊള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൂവിയിൽ കണ്ട ചില വൂൾവറിൻ വേരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏത് വൂൾവറിൻ വേരിയൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാൻ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.